ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ 15ാമത്തെ എപ്പിസോഡാണിത്. ഈ ഒരു എപ്പിസോഡിൽ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നത് ഞാൻ അവസാന രാത്രി ശ്രീനഗറിലെത്തിയപ്പോൾ താമസിച്ച ഒരു വീടിൻ്റെ കാര്യങ്ങളും പിന്നെ അക്കോമഡേഷനും റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് ബാർബർ ഷാ എന്നാട്ടോ. അതായത് ശ്രീനഗറിലെ ദാൽ ലേക്കിന് തൊട്ടടുത്തായിട്ട് അറൗണ്ട് 1 കിലോമീറ്റർ പരിധിയിലാണ് ഈ ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ താഴെ ഇവിടുത്തെ വീട്ടുകാരാണ് താമസിക്കുന്നത്. തൊട്ട് മേലെ പുറമേ നിന്നുള്ള ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ചുറ്റുപാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ശാന്തമായ അന്തരീക്ഷമാണ് കേട്ടോ. വലിയ ശബ്ദവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ രാത്രി അഴിച്ച ഷൂ ആണ്. ഇവിടെ പട്ടയും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ശല്യം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ ഡോറ് തുറന്നപ്പോൾ തൊട്ട് താഴെ കാണുന്ന ഈ പരവതാനില്ലേ, ഇവിടെ എല്ലാ ഭാഗത്തും നമ്മുടെ നാട്ടിലൊക്കെ ടൈൽസും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ താഴെ കംപ്ലീറ്റ് പരവതാനിയും കാര്യങ്ങളൊക്കെയാണ് വിരിച്ചിട്ടുള്ളത്. അങ്ങനെ താഴത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ മേലോട്ടേക്ക് നടക്കണം കേട്ടോ. മേലെയാണ് ഇവിടെ പുറമേ നിന്ന് ഗസ്റ്റുകൾക്ക് വേണ്ടി അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. മേലോട്ടേക്ക് നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ടേബിളും കസേരയും ഇവിടെയാണ് കേട്ടോ ഞാൻ എൻ്റെ പേര് എഴുതി രജിസ്റ്റർ ചെയ്തിട്ടുള്ള. ഇവിടെ ഒരു പുസ്തകമുണ്ട്, അത് ഞാൻ പോകുമ്പോൾ കാണിച്ചുതരാം. ഇവിടെ താമസിച്ച ആൾക്കാർ ഇവിടുത്തെ കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ അക്കോമഡേഷൻ കാര്യങ്ങൾ ബെറ്റർ ആയിരുന്നോ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡോറില്ലേ, ഇതാണ് നമ്മുടെ റൂം. ഈ താഴെ കാണുന്ന പ്ലേറ്റ് നേരത്തെ ഫുഡ് കഴിച്ച ശേഷം പുറത്ത് കൊണ്ട് വെച്ചതാണ് കേട്ടോ. അവരാണ് പറഞ്ഞത് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴുകിയൊന്നും വെക്കണ്ട, നിങ്ങൾ പുറമേ കൊണ്ട് വെച്ചാൽ മതി, അവിടെ നിന്ന് ഞങ്ങളെ സർവൻ്റ് ഒന്ന് എടുത്തു പോയിക്കോളുന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഡോർ തുറന്ന് ഉള്ളോട്ട് കയറി കേട്ടോ. ഇതാണ് എനിക്ക് അവർ തന്ന റൂം. എനിക്ക് ഈ റൂം ആദ്യം തന്നെ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള കാര്യം എന്നാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എല്ലാ കാര്യങ്ങളും. കൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു രാത്രിക്ക് 1200 1300 പറഞ്ഞപ്പോൾ ഇവിടെ ആദ്യം 1000 പറഞ്ഞെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ്, കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം ഒറ്റയ്ക്കാണ് യാത്ര ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കുറേ സംസാരിച്ചപ്പോൾ ഒടുവിൽ അവർ 700 രൂപയ്ക്കാണ് എനിക്ക് ഒരു ദിവസത്തേക്ക് റൂം തന്നിട്ടുള്ളത് കേട്ടോ. കൂടാതെ ഇവിടെ കാണുന്ന ഈ കർട്ടൻ മാറ്റിയാൽ പുറമേ കാണുന്ന ആ വീട് കണ്ടില്ലേ, കാശ്മീരിലെ വീടുകളിലെ സ്ട്രക്ചർ നോക്കിയാൽ നമ്മുടെ നാട്ടിലെ വീടുകൾക്കെല്ലാം സിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് ഉണ്ടാക്കി ഇഷ്ടിക കൊണ്ടും പിന്നെ കൂടുതലും മരം കൊണ്ടുമാണ് കേട്ടോ ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. താഴെ കാണുന്ന ഈ പച്ചപ്പില്ലേ, ഇത് വെള്ളമല്ല കേട്ടോ, ഇത് പൂപ്പൽ പിടിച്ചാണ് ആ ചുറ്റും തറയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതാണ് നമ്മളെ റൂം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ എഴുതി ഇടാം കേട്ടോ. കൂടാതെ എന്നെ അട്രാക്ട് ചെയ്ത മറ്റു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിരുന്നു കേട്ടോ. നിങ്ങൾ നോക്കിയേ, അതായത് 1300 രൂപ കൊടുത്ത് ഞാൻ മറ്റുള്ള ഗസ്റ്റ് ഹൗസ് പോയപ്പോൾ അവിടെ ഇത്രയും നീറ്റും കാര്യങ്ങളൊന്നും ബാത്റൂമും കാര്യങ്ങളും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കിയേ, ബാത്റൂം ആണെങ്കിലും കാര്യങ്ങളൊക്കെയാണെങ്കിലും പിന്നെ ഹീറ്ററും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തോന്നി കേട്ടോ ഇവിടുത്തെ ബാത്റൂം കാര്യങ്ങൾ കണ്ടപ്പോൾ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗുൽമാർഗിലേക്ക് പോകാനാണ് നമ്മൾ ഇന്നത്തെ ടാർഗറ്റ്. അപ്പോൾ അതിന് തൊട്ട് മുന്നെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗുൽമാർഗിലേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. കൂടാതെ ഇന്ന് നമ്മളെ കൂടെ നമ്മൾ ഒറ്റയ്ക്കല്ല, ഇന്ന് നമ്മളെ കൂടെ 3 ആൾക്കാരും കൂടെ ചേരുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വരാം കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതിലേക്കും ടാറ്റാ. ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ 16ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ താമസിച്ച വീടും പരിസരവും പിന്നെ എന്താണ് അവിടുത്തെ റേറ്റ് കാര്യങ്ങൾ ക്ലീനാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ആ ഒരു എപ്പിസോഡിൻ്റെ അവസാന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ യാത്ര പോകുന്നത് ഗുൽമാർഗിലേക്കാണ്. ഇത്രയും നിങ്ങൾ കണ്ട എപ്പിസോഡ് പോലെയല്ല കേട്ടോ ഈ എപ്പിസോഡ്. ഇത്രയും ദിവസം ഞാൻ ഒറ്റയ്ക്കായും യാത്ര ചെയ്തത്. അങ്ങനെ ഞാൻ ശ്രീനഗറിലെ ആ വീട്ടിലെത്തി റൂം എടുത്ത സമയം കഴിഞ്ഞ ദിവസം രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് 3 പയ്യന്മാർ, അതായത് 3 ഫുട്ബോൾ പ്ലേയേഴ്സ് തന്നെ പറയാം കേട്ടോ, അവർ 3 ആൾക്കാരും ആ ഗസ്റ്റ് ഹൗസ് തന്നെ കറക്റ്റ് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ കൂടെയാണ് ഞാൻ ഇന്ന് ഗുൽമാർഗിലേക്ക് പോകുന്നത്. ശരിക്കും ഒറ്റയ്ക്ക് യാത്ര തുടങ്ങിയപ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വഴിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. കാരണം ഞാനും അരുണേട്ടനും സ്ഥിതിയുള്ള യാത്ര ഞാൻ 2 ആൾക്കാരും തുടങ്ങിയതെങ്കിലും വഴിക്ക് വെച്ചിട്ട് അവിനാഷിനെയും ദത്തിനെയും കിട്ടിയ പോലെ തന്നെ ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഇവർ 3 പേരും ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ.
അവരുടെ വിശേഷം കാര്യങ്ങളിലേക്കെല്ലാം വരുന്നതിന് മുന്നേറ്റ് ഇന്ന് നമ്മളെ ഗുൽമാർഗിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ ഗുൽമാർഗിലേക്ക് പോകുന്നതായിട്ട് കഴിഞ്ഞ ദിവസം രാത്രി അല്ലെങ്കിൽ യാത്രയ്ക്ക് മുന്നേ ഞാൻ നോക്കി വെച്ചിരുന്നു ശ്രീനഗറിന് എത്ര കിലോമീറ്ററിൻ്റെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ. അങ്ങനെയൊക്കെ ശ്രീനഗറിന് 50 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഗുൽമാർഗിലേക്ക്. അറൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ 1 to 2 hours ആണ്. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഷെയർ ടാക്സിയും ബസ്സൊക്കെ പിടിച്ചു പോകാനായിരുന്നു ഞാൻ തീരുമാനിച്ചത്. അങ്ങനെയൊക്കെ നമ്മളെ ചാച്ച പറഞ്ഞേ, അങ്ങനെ നീ പോവുകയാണെങ്കിൽ എന്തായാലും ഗുൽമാർഗിലേക്ക് എത്താനായിട്ടൊരു സമയമാവും, അതുപോലെ തന്നെ അവിടെ ചിലവഴിക്കേണ്ട സമയം കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അതൊരു ഫോൾട്ടായി എനിക്ക് തോന്നി. അപ്പോൾ ചാച്ച പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ നീ 3 പേരെ കൂടെ, അതായത് നിങ്ങൾ 4 ആൾക്കാരും ഒരു ടാക്സി വിളിച്ച് പോവുകയാണെങ്കിൽ പൈസയും കുറവായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഗുൽമാർഗിൽ എത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചുറ്റിക്കണ്ട് പോരാത്തതിന് ഞാൻ ഗോണ്ടോള റൈഡും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതും കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാൻ ചാച്ച പറഞ്ഞപ്പോൾ അതൊരു നല്ല ഓപ്ഷനായിട്ട് തോന്നി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്കും ഓക്കെയാണ്. കാരണം 4 ആൾക്കാർ ടാക്സി വിളിച്ച് പോവുകയാണെങ്കിൽ ഒരാൾക്ക് അങ്ങോട്ടേക്ക് മാത്രം 150 രൂപയുടെ അടുത്താണ്. കൂടാതെ അങ്ങോട്ട് 150 ഇങ്ങോട്ട് 150, 300 രൂപയ്ക്ക് യാത്ര ചെയ്ത് കിട്ടും. ഈ ഷെയർ ടാക്സി വിളിച്ച് പോവുകയാണെങ്കിൽ 300 രൂപയുടെ മേലെ ആവുകയും കൂടാതെ കുറേ ടൈമും കൂടെ എടുക്കുമെന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നി ഈ ടാക്സി തന്നെയാണ് കുറേ കൂടെ ബെറ്റർ. അപ്പോൾ അധികം ലാഗാക്കുന്നില്ല, നമുക്ക് നേരെ യാത്രയിലേക്ക് കടക്കാം കേട്ടോ. ചാച്ച പറഞ്ഞ അനുസരിച്ചിട്ട് രാവിലെ 7:45, 8 മണി ഏകദേശം ആ സമയത്താണ് ടാക്സി വരുന്നു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് മിനിമം ഒരു 7:30 ആകുമ്പോഴത്തേക്കും റെഡി ആക്കി നിൽക്കണ്ടേ. കൂടാതെ നമ്മൾ മാത്രമല്ല, അവർ 3 ആളും കൂടി ഇല്ലേ. അങ്ങനെ ഇരിക്കെ രാവിലെ ഞാനൊരു 6:45 ആ റേഞ്ചിൽ എഴുന്നേറ്റ് കേട്ടോ. സത്യത്തിൽ നല്ല ടയർഡായിരുന്നു. കാരണം ഇന്നലെ ശ്രീനഗറിൽ ഫുള്ള് കറങ്ങി കണ്ടതും കൂടാതെ വൈകുന്നേരം കുറേ മഴ കൊണ്ടതും ഒക്കെ കഴിഞ്ഞ് കൂടാതെ ശ്രീനഗറിൽ ഒടുക്കത്തെ തണുപ്പ് വരുന്നു കേട്ടോ സമയത്ത്. അങ്ങനെ ഞാൻ ഏകദേശം കുറേ ടൈമൊക്കെ എടുത്ത് എഴുന്നേറ്റു ഒരു 6:30, 6:45 ആകുമ്പോഴേക്കും. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വെള്ളത്തിന് ഒടുക്കത്തെ തണുപ്പ്. അങ്ങനെ ഇരിക്കെ ബാത്റൂമിലെ ഹീറ്റർ ഓണാക്കിയ ശേഷം വീണ്ടും റൂമിലെത്തി കഴിഞ്ഞ ദിവസം രാത്രി കിടന്ന ബെഡും കാര്യങ്ങളൊക്കെ ബെഡൊക്കെ നന്നായിട്ട് ഒതുക്കി വെച്ചിട്ടോ. എൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളും കിട്ടിയത് അതുപോലെ തന്നെ ഒതുക്കി മടക്കി വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോഴേക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ചൂടായി. അപ്പോൾ നമ്മൾ പോയി നല്ലൊരു കൂടി പാസ്സാക്കിയ ശേഷം തിരിച്ച് റൂമിലെത്തി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി നിന്നപ്പോഴാണ് ചാച്ച പുറത്ത് കളിക്കുന്നത് അത് ആ ഫുഡും കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഫുഡ് എടുത്തുകൊണ്ടുവന്നു കേട്ടോ. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലേറ്റും ചായ. ഇവിടെ എന്താ കിട്ടുന്നത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു കിട്ടുന്നതിൽ നല്ലതാണെന്ന് ചോദിച്ചപ്പോൾ ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ചാച്ച പറഞ്ഞു ടാക്സിക്കാരൻ വരാൻ കുറച്ചൊന്ന് ലേറ്റ് ആവും, ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ ഗേസ്, അങ്ങനെ നമ്മൾ ഡ്രസ്സിൽ മാറി ഇപ്പോൾ സമയം 8:15 ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഇന്നും നല്ല മഴക്കാറാണ്. നമ്മൾ കിട്ടിയില്ല മഴക്കാട്ടുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചാച്ച വിളിച്ചിട്ട് പറഞ്ഞ് താഴെ വണ്ടി വന്നിട്ടുണ്ട്, നമ്മളോട് 4 ആൾക്കാരോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ. അങ്ങനെ അവരുടെ റൂം നോക്കിയപ്പോൾ അവർ 3 ആൾക്കാർ ഓൾറെഡി താഴെ എത്തിയിട്ടുണ്ട്, എനിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞാൻ ക്യാമറയും കുന്ത്രാണ്ടവും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം താഴോട്ടേക്ക് നടന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ 3 ആൾക്കാർ. അവരിലേക്കുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വഴിയെ പറയാം കേട്ടോ. ഇപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് വണ്ടി വിടാം. ഇതാണ് കേട്ടോ നമ്മുടെ ടാക്സി. അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മുന്നിലിരുന്ന് അവർ 3 ആൾക്കാർ പിന്നിലാണ് ഇരുന്നത്. അങ്ങനെ ടാക്സി കയറി യാത്ര തുടങ്ങി കേട്ടോ. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സിക്കാരന് എനിക്ക് ഹിന്ദി അറിയാമെന്ന് അയാൾക്ക് അറിയില്ല. അങ്ങനെയൊക്കെ പുള്ളി ഫുള്ള് ഇംഗ്ലീഷ് തന്നെ. അപ്പം ഞാൻ നൈസായിട്ട് നമ്പർ ഇട്ട് ആപ്കാ നാം ക്യാ ഹേ ഭായിസാബ്ന്ന് അങ്ങനെ ചോദിച്ചു, അതായത് താങ്കളുടെ പേര് എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ ശരിക്കും ഞെട്ടിട്ട് ചോദിക്കുകയാണേ, നിങ്ങൾക്ക് എങ്ങനെ ഹിന്ദി അറിയാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്, 2 കൊല്ലത്തോളം ഡൽഹിയിലുണ്ട്. കേരളത്തിൽ നിന്ന് വന്ന സമയത്ത് അങ്ങനെ ഹിന്ദിയും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം ഹിന്ദി അറിയാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഫുൾ കമ്പനി കേട്ടോ.
അങ്ങനെ പുള്ളി പേര് പറഞ്ഞ് ഉമർ എന്നാണ് പുള്ളിയുടെ പേര്. ഏകദേശം 5-6 വർഷത്തോളം ടാക്സി ഡ്രൈവറായിട്ട് ശ്രീനഗർ കാശ്മീർ ഭാഗത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലാത്തിയടി തുടങ്ങി. അങ്ങനെ ശ്രീനഗറിൽ നിന്ന് ഗുൽമർഗിലേക്ക് അത്യാവശ്യം 50 കിലോമീറ്ററിന് മേലെ ദൂരമുണ്ട്. കൂടാതെ 1-2 മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ അത്രയ്ക്ക് നേരം ഞങ്ങൾ 2 ആൾക്കാരും പോസ്റ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ പുള്ളിക്കാരൻ യാത്രയിലുടനീളം ഓരോരോ സ്ഥലങ്ങളുടെ പ്രത്യേകത, പിന്നെ എന്താണ് ഗുൽമർഗ്, കാര്യങ്ങൾ, ഗോണ്ടോള റൈഡിനെ കുറിച്ചും എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിച്ച് തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ദൂരെ മലയുടെ മുകളിൽ കംപ്ലീറ്റ് മഞ്ഞ് പോച്ചുകൊണ്ടുള്ള വ്യൂ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് ഇങ്ങനെയൊന്നല്ല, നിങ്ങൾ ഗുൽമാർഗിലേക്ക് എത്തും തോറും അവിടെയൊക്കെ ഫുള്ള് മഞ്ഞാണ്, അതായത് മഞ്ഞിൽ ബർഫ് എന്നാട്ടോ പറയാ, അവിടെ ഫുള്ളായിട്ട് ബർഫാണ്. കൂടാതെ ചെറിയ തോതിൽ മഴയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് അവിടെ സ്നോഫോളും കൂടെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഗുൽമാർഗിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിയിട്ട് അതൊക്കെ കാണാനുള്ള കൗതുകം അത്രയും കൂടി കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ യൂറോപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർ ഫോട്ടോസും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാനും വിചാരിക്കാറുണ്ട് എപ്പോഴാണ് ഇതുപോലത്തെ സ്നോഫോളൊക്കെ എനിക്ക് കിട്ടുക. സ്നോഫോളാണ് എനിക്കിപ്പോൾ കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ തോതിൽ എക്സൈറ്റ്മെൻറ്റ് പീക്കായിട്ടോ. കൂടാതെ തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രീനഗറിലെ റോഡുകൾക്ക് ഒടുക്കാത്ത വൃത്തിയാണ് കേട്ടോ. രാവിലെ തന്നെ വരുന്ന സമയത്ത് കുറേ ആൾക്കാർ, അതായത് നമ്മുടെ നാട്ടിലും ക്ലീനിങ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കുറേ അഡ്വാൻസ് ആയിട്ട് ഇവിടെ കുറേ വേസ്റ്റ് ബോക്സുകളും, പിന്നെ ഓരോരോ സെക്ഷൻ എത്തുമ്പോൾ 2-3 ക്ലീനിങ് സ്റ്റാഫുകളല്ല, അതിനേക്കാൾ കൂടുതൽ ക്ലീനിങ് സ്റ്റാഫുകൾ ഇവിടെ നിന്നിട്ട് ക്ലീൻ ചെയ്യുന്ന വ്യൂ അത് വേറെ തന്നെ ഭംഗിയായിരുന്നു കേട്ടോ. ബനിഹാലിൽ നിന്ന് ശ്രീനഗറിലേക്ക് വരുന്ന വഴിയിൽ കാശ്മീരിൻ്റെ ഗ്രാമ ഭംഗി കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഈ റോഡ് വഴിയുള്ള ഗ്രാമ ഭംഗി ഇപ്പോഴാണ് കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ അധിക വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇഷ്ടിക കൊണ്ടും പിന്നെ കൂടുതൽ മരങ്ങൾ കൊണ്ടും കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എല്ലാ വീടിൻ്റെയും മേൽക്കൂരകൾ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ പരന്ന പ്രതലാണെങ്കിൽ ഇവിടെയൊക്കെ കുത്തനാണ്. കാരണം എന്താന്ന് വെച്ചാൽ മഞ്ഞൊക്കെ കൂടുതൽ പെയ്യുന്ന സമയത്ത് റൂഫിൻ്റെ മേലെ തങ്ങി നിൽക്കാതെ താഴോട്ടേക്ക് അടർന്നു വീഴാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ വീടുകളിലെ എല്ലാ മേൽക്കൂരയും കുത്തന ആക്കിയിട്ടുള്ളത്. ഈ ഒരു കാര്യം കേട്ടാൽ ശരിക്കും നിങ്ങൾ ഞെട്ടുണ്ടോ? എല്ലാവരും ഞെട്ടുമെന്നറിയില്ല, പക്ഷെങ്കിൽ ശരിക്കും ഞാൻ ഞെട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് പീർപ്പാഞ്ചൽ പർവ്വത നിരകൾ അല്ലെങ്കിൽ പീർപ്പാഞ്ചലിന് കുറേ വട്ടം കേട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ ദൂരെ കാണുന്ന മഞ്ഞ് പുതച്ച മലനിരകളാണ് കേട്ടോ പീർപ്പാഞ്ചൽ. നമ്മുടെ ടാക്സിക്കാരനെ ഉമർക്ക ആ ദൂരെ കാണുന്ന മലനിരകളാണ് പീർപ്പാഞ്ചൽ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചല്ല ഈ ഏരിയ ഒക്കെ പുസ്തകത്തിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ കാണുന്നതല്ലാതെ നേരിട്ട് കാണാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അത്യാവശ്യം യാത്രയുടെ പകുതി ദൂരത്തിൻ്റെ മേലെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടാക്സി ഡ്രൈവറായ ഉമർക്ക് കാണാൻ കുറച്ച് കലിപ്പ് ലുക്കൊക്കെ ആണെങ്കിലും ആൾ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ഉമർക്കനോട് ഗുൽമർഗിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ചപ്പോൾ ഉമർക്ക് എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ട്. അതായത് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം ഗുൽമർഗ് കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഗുൽമർഗിലെത്താൻ അറൗണ്ട് 10 കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ എത്തിയ ശേഷം അവിടുത്തെ കാര്യങ്ങൾ കണ്ടാൽ പോരെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്കും തോന്നി അത് തന്നെയാണ് അത് ശരി. എന്തായാലും ദേവോളം കാത്താണ്, 6ഓളം കാക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ചെറിയ തോലും മഴ പെയ്തിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നാശം പിടിച്ച മഴ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉമർക്കാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ മഴ ചെറുതായി പെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുൽമർഗ് ഏരിയയിൽ നല്ല രീതിക്ക് സ്നോഫോൾ കിട്ടും. എത്രത്തോളം മഴ നന്നായിട്ട് പെയ്യുന്നോ അത്രത്തോളം നമുക്ക് സ്നോഫോൾ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴ നന്നായിട്ട് പെയ്തിരുന്നെങ്കിൽ എന്ന് പിന്നെ ആശിച്ചു പോയിട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് വഴിയിൽ അത് കണ്ടത്, അതായത് മഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ പഞ്ഞിക്കട്ട പോലെ റോഡിൻ്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തെല്ലാം കുറേ മഞ്ഞ്. അപ്പോൾ ഉമർക്ക് പറഞ്ഞ് നിങ്ങൾ ഈ മാർച്ച് ഈ മാസമായിട്ടാണ് ഇവിടെ മഞ്ഞ് കാണുന്നത്,
കുറച്ച് മുന്നോക്കെ വരികയാണെങ്കിൽ, അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തൊക്കെ വരികയാണെങ്കിൽ റോഡിൽ മുഴുവൻ മഞ്ഞായിരിക്കും. ആ സമയത്ത് മുമ്പിൽ ചങ്ങല കെട്ടിയ ഒരു മെയിൻ ഗാഡി, അതായത് മെയിൻ വണ്ടി പോവുകയും അതിൻ്റെ പിന്നിലാണ് സാധാരണ ടാക്സിയും കാര്യങ്ങളൊക്കെ പോവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ കൂടുതൽ മഞ്ഞ് കാര്യങ്ങളൊക്കെ പെയ്യുന്ന സമയത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് മറ്റൊരു വണ്ടിയും കാര്യങ്ങൾക്കൊന്നും പെർമിഷനും ഇല്ല. മറ്റുള്ള വണ്ടി വന്നാലും അവർക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ 4 ആൾക്കാരും യാത്രയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുൽമാർഗിന് തൊട്ട് മുന്നേ ടാൻമാർഗ് എന്ന് പറഞ്ഞ ഏരിയയിലെത്തിയപ്പോൾ നമ്മളെ ടാക്സി ചെറുതായിട്ടൊന്ന് സൈഡാക്കിട്ടോ. എന്താണ് സംഭവം ചോദിച്ചറിയും മുന്നേ ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി സംഭവം. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് പറയാം. അപ്പം അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ. ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ 17ാമത്തെ എപ്പിസോഡാണ് കേട്ടത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശ്രീനഗറിൽ നിന്ന് ടാക്സി എടുത്തിട്ട് ഗുൽമാർഗിലേക്ക് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വഴി കണ്ട കുറേ കാഴ്ചകളും പിന്നെ ഉമർ ഖാനെ കുറിച്ചിട്ടും കൂടാതെ ജീവിതത്തിൽ ആദ്യമായിട്ട് പീർപ്പാഞ്ചൽ മലനിരകൾ കണ്ട എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കെ ടാൻമാർഗ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മുടെ ടാക്സി ചെറുതായിട്ടൊന്ന് സൈഡാക്കിട്ടോ. എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ടാക്സിൻ്റെ അടുത്തായിട്ട് 2-3 ആൾക്കാർ വന്ന്. എന്തായാലും അധികം ലാഗാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ഞാൻ വിശദീകരിച്ചു കേട്ടോ. ആദ്യം നിങ്ങൾ കുറച്ച് നാൾ കേൾക്ക്. गवर्नमेंट रेट है, अभी तो थोड़ा चेक करना पड़ेगा. ये फिक्स रेट है सर, आगे आपको चेक हो जाएगा. देखो 25 ज़्यादा महंगा है थोड़ा. बताओ. 4 जगह पे आपको चेक हो जाएगा रेट. 4 जगह. അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ മേലോട്ടേക്ക്, അതായത് ടാൻമാർഗ് തൊട്ട് ഗുൽമാർഗ് വരെയുള്ള റോഡിൽ മുഴുവൻ മഞ്ഞാണ്. അവിടേക്ക് നിങ്ങൾ ടാക്സിയും കാര്യങ്ങളൊന്നും പോകാൻ പറ്റില്ല. ഞങ്ങളുടെ ടാക്സിയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ടാക്സി അല്ല കേട്ടോ, സുമോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞേ അതൊന്നും പറ്റില്ല, ഞങ്ങൾ ഈ ടാക്സി തന്നെ പോയിക്കോളാം. അപ്പോൾ ഉമർക്കയും പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. സംഭവം എന്തായാലും മനസ്സിലായി. എന്തായാലും ഈ ടാൻമാർഗ് വരെ നമ്മൾ ടാക്സിയും കാര്യങ്ങളും പോവുള്ളൂ. അതിന് മേലേക്ക് ഇവർ യൂണിയൻ ടാക്സി തന്നെ കയറിപ്പോണം. ഇവർ ഈ ടാൻമാർഗ് തൊട്ട് ഗുൽമാർഗ് വരെ ഏകദേശം 10-13 കിലോമീറ്റർ ഉണ്ട്. അതിനായിട്ട് ഇവർ പറയുന്ന പൈസ എത്രയാണെന്ന് വെച്ചാൽ ഒരു ടാക്സിക്ക് 2500 രൂപയാണ്. അത് ഒരാളായാലും ശരി, 2 ആളായാലും ശരി, 10 ആളായാലും ശരി. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2500 രൂപ പ്രോപ്പറാണ്, ഫിക്സഡ് ആണ്, ഗവൺമെൻറ് റേറ്റ് ആണ്, കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും 2500 കൊടുത്ത് മേലോട്ടേക്ക് പോകാതെ വേറെ നിർവഹം കാര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ടാക്സിന്ന് ഇറങ്ങി. हुआ സംഭവം നമ്മൾ താൻമാറിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കിतना ऊपर में कितने किलोमीटर है? 13 किलोमीटर. अभी वो वाला 14, അപ്പോൾ 13 ठीक है. 14 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വണ്ടി പോയില്ലെന്ന് പറയുന്നത്. അപ്പോൾ 2500 താൻമാർഗിൽ നിന്ന് ഗുൽമാർഗിലേക്ക് 14 കിലോമീറ്റർ. അപ്പോൾ അങ്ങോട്ടേക്ക് 2500 റേറ്റ് ആണ്, ഫിക്സ്ഡ് റേറ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ വലത്തത് ഇരിക്കുന്നവരെ കണ്ട ഇവന് ആദ്യം 1000 രൂപയാണ് പറഞ്ഞത്. ഹെൽപ്പറാണ് നമ്മളെ. അങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ച ശേഷം ഞങ്ങൾ ഗുൽമാർഗിലേക്ക് പോകാനായിട്ട് വണ്ടി കയറിട്ടോ. मलयालम मलयालम. केरला. आपका नाम क्या है जी? नसीर. कालीकट कोची. ठीक है जी, बाद में देखेगा. कालीकट कोची नहीं, कालीकट है. വണ്ടി കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഉമർക്ക് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ മഞ്ഞ് കാണാമെന്ന് പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ ഇരുവശത്തും കൂടുതൽ മഞ്ഞ് കണ്ടു തുടങ്ങി. चल रहा है क्या? विंटर गेम चल रही है. खेलो इंडिया चल रहा है ना. അങ്ങനെ വണ്ടി എടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ ഈ യൂണിയൻ ടാക്സിക്കാരൻ നമ്മളെ നേരെ കൊണ്ടുപോയത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡ് ഗ്ലൗസും പിന്നെ മഞ്ഞിൽ ഉപയോഗിക്കേണ്ട ആ ഒരു ബൂട്ടും പിന്നെ കോട്ടൊക്കെ തൽക്കാലത്തേക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കടയിലേക്കാണ്. കാശ്മീരിലേക്കുള്ള യാത്രാ പ്രിപ്പറേഷനിൽ അധിക യൂട്യൂബ് വീഡിയോസിലും ഗൂഗിളിലും പിന്നെ അധികം ആൾക്കാരും പറഞ്ഞ് അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഗുൽമാർഗിലും സോനാമാർഗിലും പഹൽഗാമിലൊക്കെ
ഈ ഷൂ വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് വലിയ തോതിൽ അവർക്ക് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് എന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷൂ ആണെങ്കിൽ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിനൊക്കെ 200-250 രൂപയ്ക്കാണ് ഒരു പെർ ഷൂ കിട്ടുന്നത്. ഈ ഒരു സെയിം എമൗണ്ട് അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു എമൗണ്ടിലാണ് ഇവർ ഒരു ദിവസത്തേക്ക് ഈ ഷൂ വാടകയ്ക്ക് കൊടുക്കുന്നത്. നമുക്ക് പ്രോപ്പറായിട്ട് ഹിന്ദിയും കാര്യങ്ങളൊന്നും അറിയാത്തവരാണെങ്കിൽ ഇവർ ഒരു ജോഡി ഷൂവിന് 600-700 കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളോട് അവർ ഒരു പെയർ ഷൂവിന് 400 രൂപയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞ് കുറേ പറഞ്ഞ ശേഷം അവർ 200 രൂപയ്ക്കാണ് നമുക്കൊരു പെയർ ഷൂ തന്നത്. കൂടാതെ ജാക്കറ്റിനും 200 രൂപ. സത്യത്തിൽ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ആ 400 രൂപ വളരെ കൂടുതലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നന്നായി ബാർഗൻ ചെയ്യുകയാണെങ്കിൽ ആ രണ്ടിനും കൂടി 200 രൂപ പോട്ടെ 150 രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ. എന്തായാലും മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് പറയാം. അങ്ങനെ അവിടെ നിന്ന് അവർ തന്ന ഷൂവും ജാക്കറ്റൊക്കെ ഇട്ട ശേഷം ഞങ്ങൾ അതുവരെ ഇട്ടുകൊണ്ട് വന്ന് ഷൂ അവിടെ ഏൽപ്പിച്ച ശേഷം ഞങ്ങൾ വണ്ടി കയറി ഗുൽമാർഗിലേക്ക് യാത്ര തുടർന്നു. മഞ്ഞ് നോക്ക് വിഷയം. 10-12 കിലോമീറ്ററോളം പോകാനുണ്ട് മേലോട്ടേക്ക്. 13 കിലോമീറ്ററോളം മേലോട്ടേക്ക് പോയാൽ ഇവിടെ ഉണ്ട് ഖേലോ ഇന്ത്യയുടെ നടക്കുന്നുണ്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ. അതുവരെ കണ്ട സീനിൽ നിന്ന് സീനുകൾ മെല്ലെ മാറി തുടങ്ങി കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുന്ന റോഡിൻ്റെ ഇടത് വലത്തും വലത് വശത്തും മുഴുവൻ മഞ്ഞ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ 2 ഭാഗത്തും ഫുൾ പച്ച കളറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മുഴുവൻ വൈറ്റ് കളർ. അപ്പോഴും ടാക്സിക്കാരൻ പറയാൻ എന്താന്ന് വെച്ചാൽ ഇതൊന്നല്ല, മേലോട്ട് പോകും തോറും മുഴുവൻ, അതായത് ഒരു സ്ഥലത്ത് പോലും ബ്ലാക്ക് മാർക്കും ഒന്നും കാണാതെ ഫുള്ളായിട്ട് വൈറ്റ് കളറിൽ എത്തുമെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അങ്ങനെ നമ്മളെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ അടുത്തുള്ള അയാൾ നമ്മളോട് വേറൊരു കാര്യം പറയുന്നത്. എന്തായാലും നിങ്ങൾ കേൾക്ക്, അതിനുശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. एक्चुअली इधर मेरी बात सुनो, जैसे हम गुलमर्ग पहुंचेगा ना तो गाड़ी रहेगा सब पार्किंग में, ठीक है। वहाँ से घूमने के लिए 5-6 प्लेसेस है, ठीक है, समझिए किस जगह वो है? आपको स्लेज से जाना होगा। स्लेज समझते हो ना? स्लेज वो लकड़ी की गाड़ी पिक्चर जंगली जिसमें हुआ है, उस पे आप घूम सकते हो, उसी पे एंजॉय होगा सब। स्लेज അവർ എന്താണ് പറയുന്നത് വെച്ചാൽ അവർ ആദ്യം പറഞ്ഞത് എനിക്ക് ടാൻമാർഗ് തൊട്ടിട്ട് ഗുൽമാർഗിൻ്റെ അവിടം വരെ ഈ യൂണിയൻ ടാക്സി പോകും എന്നാണ്. അങ്ങനെ ഈ യൂണിയൻ ടാക്സി ഗുൽമാർഗിൻ്റെ തൊട്ടടുത്ത്, അതായത് 2-3 കിലോമീറ്ററിൻ്റെ അത്ര എത്തിയപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടി പാർക്കിങ്ങിൽ അവിടം വരെ പോകുള്ളൂ. അവിടെ ശേഷം ഗുൽമാർഗിൻ്റെ, അതായത് ഗോണ്ടോള റൈഡ് കാര്യങ്ങളിലും ആ പോയിന്റിലേക്ക് എത്താനായിട്ട് 3-4 കിലോമീറ്ററിൻ്റെ അവിടം വരെ വണ്ടി പോകില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് സ്ലഡ്ജ്, അതായത് മരം കൊണ്ട് ഉണ്ടാക്കിയൊരു സംഭവം, അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കൗങ്ങിൻ്റെ പാളയിൽ ഇരുന്ന ശേഷം വേറൊരു കുട്ടി എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോയില്ലേ, ആ ഒരു ടൈപ്പ് സാധനമാണ് ഈ സ്ലഡ്ജ്. അവിടം തൊട്ട്, അതായത് പാർക്കിംഗ് തൊട്ടിട്ട് ഗോണ്ടോള റൈഡിൻ്റെ അവിടം വരെ നിങ്ങൾ അങ്ങനെ പോകണം. അങ്ങനെ പോയാലാണ് ഭയങ്കര എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക എന്നത്. ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ കാണിച്ചു തരട്ടോ എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ നമ്മളെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ നല്ല രീതിക്ക് തണുപ്പ് കൂടി വന്നു കേട്ടോ. കൂടാതെ നമ്മളെ ചുറ്റുമാണെങ്കിലും അതുവരെ കണ്ട വെള്ള കളറിൽ നിന്ന് മാറി വെള്ള കളർ പ്രോ മാക്സിലെ അതുപോലെ നല്ല രീതിക്ക് വെള്ള കളർ കൂടി വന്ന് വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ സാധാരണ രീതിക്ക് മുന്നേ കണ്ട പിക്ചറിൽ നിന്ന് മാറി വന്നു കേട്ടോ. കാരണം മുന്നേ ഒക്കെ നമുക്ക് ദൂരെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റിയായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം നോക്കിയേ റോഡ് പോലും പ്രോപ്പറായി ക്ലിയറും കാര്യങ്ങളൊന്നുമില്ല. കൂടാതെ നല്ല രീതിക്ക് തണുപ്പും കാര്യങ്ങളും വന്നു തുടങ്ങിയപ്പോൾ ഞാൻ സൈഡത്തെ ആ വിൻഡോ അടച്ചിട്ട് ഇപ്പോൾ ഉള്ളിൽ കൂടിയാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ക്യാമറയും കാര്യങ്ങളും പുറത്ത് വെച്ച ശേഷം കൈ നല്ല രീതിക്ക് തണുത്തു തുടങ്ങി കേട്ടോ. ഗുൽമാർഗിലെ ഈ ഏരിയയിലെത്തി ഈ കാഴ്ചകളും കാര്യങ്ങളും കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഒരു സോളോ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോവാന്ന്. ഏതോ ഒരു നിമിഷത്തിൽ സോളോ ട്രിപ്പ് പോകണം അങ്ങനെ തോട്ട് വന്നതും, അങ്ങനെ ലീവിന് അപ്ലൈ ചെയ്തും ലീവ് കിട്ടിയതും അങ്ങനെ ഒക്കെ കൂടി ഒത്തു വന്ന് ഇങ്ങനെ ഇവിടെ എത്തി ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ വളരെ ഹാപ്പിയാണ്.
കാരണം ഈ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ സിനിമകളിലും പിന്നെ യൂറോപ്പ് കൺട്രീസിലും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അങ്ങനെ ഈ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. കൂടാതെ ഞാൻ ചിന്തിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ഈ ഒരു 2500 രൂപ എനിക്ക് വലിയൊരു എമൗണ്ടായി മാറിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ടോട്ടൽ 4 ആൾക്കാരുണ്ട്. അങ്ങനെ 4 ആൾക്കാരും ഡിവൈഡ് ആയിട്ടാണ് 2500 കൊടുത്ത് നലിക്കുമ്പോൾ കുറച്ചൊരു സമാധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മേലെ എത്തി കേട്ടോ. മേലെത്തി നമ്മളെ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ പാർക്ക് ചെയ്ത ശേഷം നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ വരുന്നതും കാര്യങ്ങളൊക്കെ നമുക്കത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ യാത്ര വിവരണവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ. കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ 18ാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ടാൻമാർഗിൽ നിന്ന് ഗുൽമാർഗിലേക്ക് വരുന്ന വഴിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ ടാക്സി കയറി. ടാക്സിക്കാരൻ വെറും 13 കിലോമീറ്ററിന് 2500 രൂപയും കൂടെ നമ്മുടെ ഹെൽപ്പറേയും കൂടെ കൂട്ടി 3000 രൂപയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ കുറേ വില വെച്ചിട്ടുണ്ടെങ്കിലും അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ് റേറ്റ് ആണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ കുറേ പറഞ്ഞെങ്കിലും അവർ 1 രൂപ പോലും കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ നമ്മൾ വണ്ടി കയറി യാത്ര തുടങ്ങിയപ്പോൾ അവർ വഴിക്ക് വെച്ചിട്ട് ഒരു കടയിൽ കയറി മഞ്ഞളിടേണ്ട ഷൂവും പിന്നെ ഗ്ലൗസും പിന്നെ ജാക്കറ്റും ഒക്കെ തന്നതും അതിന് റേറ്റ് കൊടുത്തും അങ്ങനെ വണ്ടി കയറി കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ മഞ്ഞ് വന്ന് മൂടിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പറഞ്ഞതാണ്. അങ്ങനെ നമ്മളെ വണ്ടി മുന്നോട്ട് പോയി അവസാനം ഗുൽമാർഗിൽ എത്തിയ സമയത്ത് അവിടെ നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തിട്ടോ. അങ്ങനെ നമ്മൾ ഗുൽമാർഗിലെ പാർക്കിങ്ങിലെത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരം കുറേ ആൾക്കാർ നമ്മളെ ചുറ്റും വന്നു കേട്ടോ. സംഭവം എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ടാക്സി ഡ്രൈവറോട് ചോദിച്ച് സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് എന്തായാലും നിങ്ങൾ ഇറങ്ങുമെന്ന്. അങ്ങനെ ഇറങ്ങിയപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ടാക്സിക്കാരൻ നമ്മളോട് മഞ്ഞിക്കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലഡ്ജ് എന്നുള്ള സാധനമാണ് ഉപയോഗിക്കുക. ആ ഒരു സ്ലഡ്ജിലാണ് നമ്മൾ ഈ പാർക്കിംഗ് തൊട്ടിട്ട് ഗോണ്ടോള റൈഡ് അവിടെ വരെ പോകേണ്ടത്. അങ്ങനെ അവർ സ്ലഡ്ജിൽ ഒരാൾക്ക് പറഞ്ഞ റേറ്റ് കേട്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഇതിന് വേണ്ടി അവർ പറഞ്ഞത് എത്രയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് 2000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ 4 ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ 4 ആൾക്കാർ കൂടിയിട്ട് 8000 രൂപയാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ ബാർഗൈനിങ് തുടങ്ങി. അങ്ങനെ 2000 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 2000 തരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് 1500 ആക്കി. പിന്നെ പറഞ്ഞു 1200 രൂപ ആക്കി. എന്തായാലും അവസാനം ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ എന്തായാലും സ്ലഡ്ജിൽ പോകുന്നില്ല. അങ്ങനെ അവരോട് വേണ്ടാന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് നടന്നു കിട്ടും ഞങ്ങൾ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഗുൽമാർഗ് എത്തിയിട്ടുണ്ട്. ഗുൽമാർഗ് എത്തിയതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ ഈ ബാക്ക് കാണുന്ന ടീംസ് ഇല്ലേ, ഈ ടീംസ് മൊത്തം നമ്മോട് മൊത്തം ഉടായ്പാണ്. സത്യം പറ, ഉടായ്പിന്റെ പീക്കാണ്. കാരണം എന്താന്ന് വെച്ചാല് ഗോണ്ടോള റൈഡിലേക്ക് ഇവിടുന്ന് ഇവർ പറഞ്ഞ വെച്ചാല് ഗോണ്ടോള റൈഡിലേക്ക് നോക്കി ട്രീറ്റ് ചെയ്യുന്ന നമ്മളെ ഗോണ്ടോള റൈഡിലേക്ക് ഇവർ പറയുന്ന വെച്ചാല് 12 കിലോമീറ്റർ നടക്കാണെന്ന് പറയുന്നത്. വെറുതെ ഒന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ എത്ര പറയുന്നത് വെച്ചാൽ 1.5 കിലോമീറ്റർ. വിചാരിച്ചു നോക്ക്, അതും 1800 പറയുന്നത്. 1800 അത് പറഞ്ഞു 1200 ആക്കിയപ്പോഴേ എനിക്ക് വെച്ചാൽ ഡൗട്ട് വന്നേ, ഇവരെന്തെങ്കിലും ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ വെറുതെ ഒന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയതാ. എൻ്റെ മോനെ വിഷയം ഇവൻ വന്നൂടായി വലത്ത് ഭാഗത്തുള്ള ഈ ചങ്ങ വലത്ത് നോക്കല്ലേ ഹെൽപ്പർ എന്നിട്ട്. അങ്ങനെ നമ്മളെ വലത്ത് ഭാഗത്ത് കാണുന്ന ആ ഹെൽപ്പറില്ലേ, അവൻ താഴ്ന്ന ഒരു നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പെരുമാറിയത്. മേലെത്തി ആ സ്ലഡ്ജ് ആ ഓടിക്കുന്ന ആൾക്കാരെത്തിയപ്പോൾ ഇവൻ എന്താ കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവൻ നമ്മൾ നിർബന്ധിച്ചിട്ട് പറയാ സ്ലഡ്ജ് ഗാഡി കയറിക്കോ, അതായത് സ്ലഡ്ജ് വണ്ടിയിൽ കയറിക്കോ, അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിൽക്കുക, അതിൽ പോയ എൻജോയ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടുള്ളൂ പറഞ്ഞിട്ട് ഒരേ നിർബന്ധിക്കൽ. ശരിക്കും പറഞ്ഞാൽ വൻ വെറുപ്പിക്കൽ ചങ്ങായി.
അങ്ങനെ സ്ലെഡ്ജ് ടീമിനും ആ ഹെൽപ്പറിനൊക്കെ മനസ്സിലായി നമ്മൾ എന്തായാലും അതിൽ കയറത്തില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നത്തെ യാത്രയിലെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇന്നത്തെ യാത്ര ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 3 ആൾക്കാരുണ്ടെന്ന്. ആ 3 ആൾക്കാരാണ് കേട്ടോ നമ്മൾ മുന്നിൽ നടക്കുന്നത്. അങ്ങനെ ആ ബ്ലാക്ക് ജാക്കറ്റ് ഇട്ടിരിക്കുന്ന ആളാണ്, അതായത് കയ്യിൽ മഞ്ഞ് പിടിച്ചിരിക്കുന്ന ആളാണ് ഷിബിന്. പിന്നെ നടുക്കുള്ളതാണ് ജിഷ്ണു. പിന്നെ ഏറ്റവും വലത്ത് മാത്രമുള്ളതാണ് ഷമീർ. ഇവർ 3 ആൾക്കാർ നല്ല കിട്ടിയിലും ഫുട്ബോൾ പ്ലെയേഴ്സാണ് കേട്ടോ. ഇവരുടെ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കെല്ലാം നമുക്ക് വരാം. എന്തായാലും നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സത്യം മൂടാ. ഈ ഒരു മൊമെന്റിൽ ഞാൻ അറിഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളെ യാത്രനെ കുറേ സുന്ദരാക്കുക എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വഴിയിൽ നിന്ന് വീണിടുന്ന കുറേ സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ ആ സെയിം വൈബാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഇല്ലേ, അത് പീക്കായിരിക്കും. കൂടാതെ ഞങ്ങൾ 4 ആൾക്കാർ നല്ല യുവാക്കളാണെങ്കിലും ഞങ്ങൾ ആ മഞ്ഞും കാര്യങ്ങളും കണ്ടപ്പോൾ ശരിക്കും LKG പിള്ളേരെക്കാളും വളരെ അവസ്ഥയായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ. കാരണം ഞങ്ങൾ 4 ആൾക്കാരും ആദ്യമായിട്ട് ഇത്ര മഞ്ഞും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ ആ പ്രത്യേകിച്ച് ആ ഒരു അറ്റ്മോസ്ഫിയറും വൈബൊക്കെ ആയപ്പോഴത്തേക്കിൻ്റെ ട്രിപ്പിൻ്റെ ആ ഒരു ലെവലില്ലേ, അത് വേറെ തന്നെ മൂഡായിട്ടാ വരില്ലേ. സത്യം നമ്മളൊരു ഇന്നാളൊരു നബീസും ഞങ്ങൾ ഉമ്മയുടെ വീഡിയോ കണ്ടിട്ടില്ലേ, അവര് പറയുന്നില്ലേ ഖദീജ മക്കളെ വീട്ടിൽ കളിച്ചോ, ഇത് ഏത് മൂഡ്. മൂഡ് പ്രോ മാക്സ്, ഒന്നും പറയില്ല, കിട്ടില്ലേ. നമുക്കൊരു 1.5 വ്ലോഗ് വരുന്നുണ്ടെന്ന് പറ. എടാ എനിക്കിപ്പോ യൂത്തിനോട് പറയണ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ MDMA കഞ്ചാവും സിഗരറ്റൊക്കെ വലിച്ചു കയറുന്നവരോ ആ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് ഇതുപോലെ ട്രിപ്പ് വന്നപ്പോ നിങ്ങൾ ഒന്നും കയറ്റത്തില്ല, എഴുതി ഒപ്പിട്ടില്ല. ഏത് ഹാപ്പിനെസ് പീക്ക് നോക്കടാ, എന്ത് രസാ. ഒന്ന് കിടില മൂടി കിടില പ്രോ മാക്സ്. വെറുതെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടെൻഷനോ എന്തുണ്ടെങ്കിലൊക്കെ അത് പമ്പാണ്. പമ്പില്ല അപ്പൊ നമ്മൾ അറബിക്കടലപ്പുറത്ത് കിടക്കും. യാത്ര ചെയ്യുക. ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഇത്രയും ദൂരം വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നു. ഇതാണ് സ്ലഡ്ജ് റൈഡ്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ 1500 രൂപ പറയുന്നു. ഇത് നല്ല നടക്കല്ലേ മഞ്ഞക്കുടി. അങ്ങനെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ 3 ആൾക്കാർ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞങ്ങളെ കൂടാതെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങളെ കൂട്ടത്തിൽ, അതാണ് ഹെൽപ്പർ. അവൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ ഈ ഗുൽമാർഗിൽ ടോട്ടൽ 6 പ്ലേസ് ആണ് കാണാനുള്ളത്. അപ്പോൾ ആ 6 പ്ലേസ് ഇവൻ നമുക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഇവൻ നമ്മളെ കൂടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്ന് നമ്മൾ ആദ്യത്തെ സ്പോട്ടിൽ എത്തി കേട്ടോ. Bro, this is first place. हाँ बस इसका नाम क्या है? इसका नाम है golf course. क्या? समर में golf खेलते हैं समर. समर में क्या रहेगा? golf. हाँ गोल्फ है. ओ ठीक है. देख हाँ വെച്ചങ്ങ 6 പോയിന്റ് ആദ്യ പോയിന്റ് ഇതാണ്. സമ്മർ തുടങ്ങി ഇവിടെയാണ് സമ്മർ ഗോൾഫും കാര്യങ്ങളൊക്കെ നടക്കാന്നൊക്കെ പറയുന്നത്. മനസ്സിലായ അതാണ് പറയുന്നത്. ഇവൻ പറയാൻ എന്താന്ന് വെച്ചാൽ ഇതാണ് ഗോൾഫ് പോയിന്റ്. അതായത് സമ്മർ ടൈം ആകുമ്പോൾ ഇവിടെ വെച്ചാണ് ഗോൾഫ് കളിക്കുക. നിങ്ങളൊക്കെ നോക്കിയേ, ഈ ചുറ്റുപാടും വെള്ള കളറും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ കാണാനാണ് ഇത് ഗോൾഫാണോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യമുണ്ട്, അതായത് ഈ ഗോണ്ടോള റൈഡ് മാറ്റിയെടുത്താണെങ്കിൽ ബാക്കിയുള്ള 5 സ്ഥലം ഇതുപോലെ തന്നെ ഫുള്ള് വെള്ള കളറും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഗുൽമാർഗിലേക്ക് വരികയാണെങ്കിൽ പറ്റാവുന്നിടത്തോളം ഇങ്ങനെ ഹെൽപ്പറിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വരുന്നവർക്ക് നന്നാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളും കാര്യങ്ങളും കണ്ടിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗോണ്ടോള റൈഡിൻ്റെ ടിക്കറ്റ് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ 1.5 മാസം മുന്നൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർ പെട്ടെന്ന്
പെട്ടെന്നിട്ട് പ്ലാനാണ് ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർക്ക് ഗോണ്ടോളറായിട്ടും ടിക്കറ്റും കാര്യങ്ങളും കിട്ടിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗുൽമാർഗിൻ്റെ ഗോണ്ടോള പോയിന്റിൽ എത്തിയ ശേഷം അതിൻ്റെ ടോപ്പ് സ്റ്റേഷനിലെത്തി അവിടുത്തെ കാഴ്ചകളും കാണാൻ വേണ്ടി ഞാൻ കുറച്ച് വേഗത്തിൽ നടന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ ഞാൻ കുറച്ച് മുന്നോട്ടേക്ക് നടന്നപ്പോൾ നമ്മുടെ അടുത്തേക്ക് വേറെ വെറുപ്പിക്കൽ ടീംസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവരാരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, എന്തായാലും നിങ്ങൾ കാണും. नहीं अब बताओ एक कितना इसमें 2 किस्म का रहता है, विद इंस्ट्रक्टर विदाउट इंस्ट्रक्टर। जैसे अगर आप टीचर साथ ले जाएंगे उसका अलग रेट पैकेज। अगर അവർ പറയാൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നമ്മൾ മഞ്ഞക്കൂടെ ഇങ്ങനെ പോകുന്ന നീളത്തിലുള്ള വടിയും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ വെച്ചിട്ട് അവർ നമുക്ക് ഒരു വീഡിയോ എടുത്തരും. ഏകദേശം 30 സെക്കൻഡ് 1 മിനിറ്റ് വീഡിയോ എടുത്തരും. അതിന് വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ പേ ചെയ്യേണ്ട പൈസയാണ് 1500 രൂപ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ ഗുൽമാർഗിലെ കാണേണ്ട 6 പോയിന്റിൽ 2ാമത്തെ പോയിന്റിൽ എത്തിട്ടോ. सेकंड पॉइंट है इसका पॉइंट का नाम क्या है? स्केटिंग पॉइंट है. फर्स्ट वन गोल्फ पॉइंट ഉണ്ട് സ്കേറ്റിംഗ് പോയിന്റ്. ഇഷ്ടംപോലെ ആൾക്കാർ സ്കേറ്റിംഗ് കളി ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പോയിന്റ് പേരാണ് സ്കേറ്റിംഗ് പോയിന്റ്. നമ്മളെ നീമ്പോളി പറഞ്ഞ പോലെ തന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതന്നെ, ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ നിന്റെ വലിയ ഉപകാരം കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു കേട്ടോ. ആരോടെങ്കിലും പുറത്ത് വരികയാണെങ്കിൽ പറഞ്ഞു കൊടുക്കും കാര്യങ്ങളൊക്കെ. എല്ലാം ഇന്നലെ ഫുൾ ഡ്രൈ ആണ്, കാരണം കാശ്മീരിലോ അലച്ചിലായിരുന്നു. ഇന്ന് പൊളിച്ച്. ഇതൊന്നും കൂടാതെ വേറെ ടീം കേട്ടോ. നമ്മളെ ഫോണിൽ അവർ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് എന്നിട്ട് അവർക്ക് നമ്മൾ 500 കൊടുക്കണം. ഗുൽമാർഗ് ശരിക്കും ഗുൽമാർഗ് അല്ല ഗുലുമാൽ മാർഗാന്ന് ഇടയ്ക്കൊക്കെ തോന്നി പോവാൻ കേട്ടോ. അല്ല അവൻ പറഞ്ഞ അതന്നെ വീഡിയോ എടുത്തില്ല, ഫോട്ടോ എടുത്തരാന്ന്. എടുക്കുന്നതല്ല, എടുത്ത് 500 രൂപയാണ്. അതല്ലേ സ്കീം. നമ്മളോടാ കളി. നമ്മളെത്ര ഫോട്ടോ എടുത്തിട്ടില്ല, കൊക്കെത്ര കുളം കണ്ടതാ. നമ്മളോടാ കളി. राम राम, अब कैसे हो? बढ़िया. कैसे हो ऊपर? एकदम ओके. गोंडोला राइड किया था, बंद है. ठीक है चले देखिएगा. മൂഞ്ചി ഗോണ്ടോള ബന്ധം എന്ന് പറയുന്നത്. പോയോക്ക ചേട്ടാ, മഞ്ഞല്ലേ ഇവിടത്തെ ഒന്നും കാണുന്നില്ല. എടാ ഗോണ്ടോള ഒരു വിഷ്വലിസ്റ്റ് സാധനമായിരുന്നല്ലോ. ഞാൻ 3 മാസം വെട്ടിക്കെടുത്ത് 1 മാസം വെട്ടിക്കെടുത്ത് മൂഞ്ചി പോവന്നെ. പക്ഷെ ഇത്രയും കിട്ടില്ല, തന്നെ വലിയ കിട്ടില്ല. പെങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ തരുമോ അളിയ. ഈ ഒരു വ്യൂ കൂടി ശരിക്കും കണ്ടപ്പോൾ തോന്നി എന്താന്ന് വെച്ചാൽ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ചളിയൊക്കെ തെറിപ്പിച്ച് നടന്നതും, പിന്നെ കുറച്ചും കൂടി വലുത സമയത്ത് കടൽക്കിരത്തും പിന്നെ പുഴിയിലൊക്കെ ആ പൂഴിയൊക്കെ തെറിപ്പിച്ച് അത് കാല് തട്ടി തെറിപ്പിച്ച് നടന്നൊക്കെ കേട്ടോ ഓർമ്മ വന്ന്. എന്തായാലും യാത്രകൾ ചെയ്യുന്നതോറും മനുഷ്യൻ ചെറുപ്പമായി വരുന്നുണ്ടെന്ന് പല ഇൻസ്റ്റാഗ്രാം പോസ്റ്റും പിന്നെ കുറേ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്കൊരു 10-15 വയസ്സ് കുറഞ്ഞൊരു ഫീലാണ് കേട്ടോ. ഏത് വൈബ്, മഞ്ഞ് വൈബ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടക്കും തോറും ഞാൻ എൻ്റെ എല്ലാ വീഡിയോയും പറയുന്ന കാര്യമാണ്, നമ്മൾ നമ്മളെ പൈസയും കാര്യങ്ങളൊക്കെ അധികമായിട്ട് അനാവശ്യമായിട്ട് ചിലവാക്കാതെ കുറച്ച് കൂട്ടി വെച്ച് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ, അത് വളരെ പീക്കാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അതായത് യാത്ര തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അഡിക്റ്റ് ആവുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ ഓരോരോ സേവിങ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനായിട്ട് മാറ്റിയെടുക്കും. എന്തായാലും നമ്മൾ ഒരു ദിവസം മേലോട്ടേക്ക് കെട്ടിയെടുക്കും. അപ്പം നമ്മൾ മേലോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മേലോട്ടേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ഓർമ്മകൾ മാത്രമേ നമ്മളെ കൂടെ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ കൂട്ടി വെച്ചിട്ട് എന്തായാലും യാത്ര ചെയ്യാൻ തുടങ്ങും കേട്ടോ. അത്ര എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് റോഡിലെത്തിയിട്ടുണ്ട്. റോഡല്ലത്, റോഡാണത്. അങ്ങനെ എൻ്റെ മക്കളെ, ഇതിനാണ് 1900 പറഞ്ഞ ഒരാൾക്ക് ചെലവില്ലടാ. അതല്ല അതിനായിട്ട്, കാരണം മഞ്ഞയുണ്ട്, വലിച്ചങ്ങ് പോവും. മഞ്ഞത്ത് നടക്കാൻ നമ്മളിങ്ങോട്ട് വരുന്നേ, വണ്ടി പോയി വേണം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ശ്രീനഗർ ഇത്
അയ്യോ അയ്യോ ഏത് സീന് ആടാ പെട്ട് എടാ ബൂട്ട് നൈസ് കയറി ഷോർട്സ് ഒന്നും കാട്ടേണ്ടി വരും. അങ്ങനെ അതുവരെ ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു റോഡും എത്തിയിട്ടുണ്ടോ. ഈ കാശ്മീർ ആണെങ്കിലും കേരള ആണെങ്കിലും റോഡിന് വലിയ മാറ്റമൊന്നുമില്ല, കുറെ പൊട്ടിയിട്ടൊക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും നടക്കന്നെ. അങ്ങനെ ഈ റോഡ് പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ ഗോണ്ടോള റൈഡിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഗോണ്ടോള റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ക്യാബിൻ്റെ അങ്ങോട്ടേക്ക് വഴിയാണ് ഈ ഒരു റോഡ്. അങ്ങനെ നമ്മൾ ഗോണ്ടോള റൈഡിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടോ. ഇവൻ്റെ കയ്യിൽ കോടാല് വെച്ച് ആ മഞ്ഞും കാര്യങ്ങളിലും വെട്ടിക്കളയും. പിന്നെ ഈ മഞ്ഞ് കോരുന്ന ആ സാധനമല്ലേ, ആ സാധനമൊക്കെ എടുത്തിട്ടാണ് റോഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. അങ്ങനെ കുറേ മുന്നോട്ട് നടന്നു പോയപ്പോഴാണ് ദൂരെ ഗോണ്ടോളേക്ക് കയറേണ്ട ആ ലൈനും കാര്യങ്ങളും കണ്ടത് കേട്ടോ. ഇപ്പോൾ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്കും കാര്യങ്ങളും കൂടി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ ലൈനിൽ പോയി നിന്നു കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ അടുത്ത ടാർഗറ്റ് എന്ന് വെച്ചാൽ ഗോണ്ടോള റൈഡ് കയറിയിട്ട് ഗോണ്ടോളയിലെ ഫസ്റ്റ് ഫേസിൽ എത്തുക എന്നുള്ളതാണ്. ഗുൽമാർഗിലുള്ള ഗോണ്ടോള റൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ കേബിൾ കാറാണ് ഇവിടെ ഉള്ളത്. ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ. ടിക്കറ്റ് ബുക്ക് ചെയ്താലേ കാര്യമുള്ളൂ. കുറേ ആൾക്കാരോട് വന്ന് മടങ്ങി പോകുന്നുണ്ട്. അതായത് ഖേലോ ഇന്ത്യയുടെ വിന്റർ ഗെയിംസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഉള്ള മത്സരാർത്ഥികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ മേലോട്ട് കയറി പോകുന്നത്. 1.5 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെറുതെ ഇല്ലെന്ന് തോന്നുന്നു. അതൊക്കെ കാണാൻ തരും. അതിൻ്റെതായ എക്സൈറ്റിന്റെ പീക്കിലാണുള്ളത്. ഓക്കെ, അങ്ങനെ ചുറ്റും വെള്ള പുതച്ച താഴ്വര കൂടി നമ്മൾ ക്യാബിൽ ഇങ്ങനെ മേലോട്ട് കയറി പോവാണ്. നമ്മളെ ഉടലോടെ സ്വർഗത്തിലെത്തി ഫീൽ ചെയ്തു കേട്ടോ. മിക്കതെങ്കിലും കാശ്മീർ വന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു നഷ്ടമായിട്ടാണ് പറയാ. ഞാൻ എൻ്റെ മണാലി റൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ മേലുള്ള ചെങ്ങി, അതായത് പടച്ച ഇത്രയും ഭംഗിയുള്ള ഒരു സാധനം താഴെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവരാണ് ഖേലോ ഇന്ത്യ 2025 സ്നോ ബോർഡിങ്ങിന്റെ ഗോൾഡ് മെഡലിസ്റ്റ് കേട്ടോ. अच्छा है, ठीक है. पूरे इंडिया में हाँ केरला के लोग हाँ नेचर हाँ और व्यवहार हाँ बहुत എടാ കണ്ടോ നമ്മളെ കേരളത്തെ കുറിച്ച് പറയുന്നേ. ഇവിടെ ഏറ്റവും ജമ്മുവിലെത്തിയ അവിടുത്തെ ആൾക്കാർക്ക് എന്ത് രസമാണ് നമ്മുടെ കേരളത്തെ കുറിച്ചിട്ട്. കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിന്റെ 19ാമത്തെ എപ്പിസോഡാണ് കേട്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗുൽമാർഗിലെ വിശേഷങ്ങളും കാര്യങ്ങളും കൂടെ അവിടെയുള്ള ഫ്രോഡും കാര്യങ്ങളും അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ ഗോണ്ടോള റൈഡിൻ്റെ ക്യാബിൻ്റെ അവിടെയാണ് വന്ന് നിർത്തിയത്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഗോണ്ടോള റൈഡിനെ കുറിച്ചിട്ടും പിന്നെ ഗോണ്ടോളയിലെ ഏറ്റവും ടോപ്പിലെ ഫസ്റ്റ് ഫേസിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക്. ഗുൽമാർഗിലുള്ള ഗോണ്ടോള റൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ കേബിൾ കാറാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേബിൾ കാറിൽ കയറുന്ന എല്ലാ ആൾക്കാരും അവർ പറഞ്ഞിരിക്കുന്ന സേഫ്റ്റി പ്രോട്ടോകോൾസ് നന്നായിട്ട് പാലിക്കണമെന്ന് അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഗോണ്ടോൾ റൈഡിൽ ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ. ടിക്കറ്റ് ബുക്ക് ചെയ്താലേ കാര്യമുള്ളൂ. കുറേ ആൾക്കാരോട് വന്ന് മടങ്ങി പോകുന്നുണ്ട്. അതായത് ഇവിടെ വിചാരം വന്ന ടിക്കറ്റ് കിട്ടുന്നതാണ്. പക്ഷെ ബ്ലാക്കിലൊക്കെ കിട്ടുന്നൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ അറിയില്ല എത്രത്തോളം ഉണ്ട്. പക്ഷെ നല്ല റേറ്റാണ്. 800 രൂപേൻ്റെ ടിക്കറ്റ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2000-3000 പറയുന്നതാണ് ഇവിടുത്തെ വേറെ ആൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഏകദേശം ടൈം ഒരു 11 മണിയുടെ അടുത്തായിട്ടുണ്ട്. അപ്പം വരുന്ന സമയത്ത് ഇത്ര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സമയം പോകെ ആ ലൈനിങ്ങൾ നീണ്ടു പോവാണ് കേട്ടോ. കൂടാതെ ഞാൻ നിന്നെടുത്തന്നെ ഇത്രയും നേരമുള്ളത്. ഞാൻ വന്നിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ടെങ്കിലും ഈ ലൈന് മുമ്പോട്ടേക്ക് തീരെ പോകുന്നില്ല കേട്ടോ. ആതാ പറഞ്ഞിരുന്നില്ല, ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മളെ ലൈൻ നല്ലോണം വലിഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പോഴും ചുറ്റുപാട് നോക്കിയേ ദേ ഐസ്. നമ്മുടെ നാട്ടിലൊക്കെ മതിലിൻ്റെ മേലൊക്കെ ഫുൾ മണ്ണും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെ കേട്ടോ. അത് വല്ലാത്തൊരു രസമായിരുന്നു. അപ്പോൾ അത് എടുത്ത് ഉരുട്ട് നോക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. നമ്മൾ വിചാരിക്കും ഇത് വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ആവത്തില്ല എന്ന്. നമുക്ക് ഏത് ടൈപ്പ് ഷേപ്പ് വേണോ അത് പ്രോപ്പറായിട്ട് ആവും കേട്ടോ ഈ ടൈപ്പ് മഞ്ഞുകൾ.
അങ്ങനെ ഇരിക്കെ നമ്മുടെ ഈ ഗുൽമാർഗിൽ ഇപ്പോൾ ഖേലോ ഇന്ത്യയുടെ വിൻ്റർ ഗെയിംസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഉള്ള മത്സരാർത്ഥികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ മേലോട്ട് കയറി പോകുന്നത്. അവർക്ക് ഈ ക്യൂവും കാര്യങ്ങളൊന്നും ബാധകമൊന്നുമല്ല കേട്ടോ. അവർ നമ്മളെ VIP പോലെയാണ്, വരിക മേലോട്ട് കയറിപ്പോവുക, വരിക മേലോട്ട് കയറിപ്പോവുക, ഇതന്നെ പരിപാടി. ശരിക്കും ഇവരെ മേലോട്ട് കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഗോണ്ടോളർ ആയിട്ടുള്ള ക്യൂ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവുന്നു കേട്ടോ. അല്ലാത്ത പക്ഷം ഇത് മേലോട്ടേക്ക് സ്പീഡ് കയറി പോകേണ്ടതാണെന്ന് പിന്നിലൊരു അമ്മ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉള്ളോട്ടേക്ക് കയറി കേട്ടോ. ശരിക്കും ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളോട്ടേക്ക് കയറിയാൽ അവിടെയാണ് ഈ ഗോണ്ടോളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ഈ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഉള്ളത്തെ വ്യൂ കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. അത് നമ്മളെ ബീവറേജിൻ്റെ വലിയൊരു ക്യൂ പോലെ നീണ്ട് കിടക്കുകയാണ് ആ ക്യൂ. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ആർമി ഓഫീസറോട് എപ്പോഴാണ് ഈ ക്യൂ കഴിയാൻ ചോദിച്ചപ്പോൾ അയാൾ സ്മൂത്തായിട്ട് പറയണേ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കുന്നു. അപ്പം 1 മണിക്കൂറെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയണേ 1 മണിക്കൂർ മാത്രമല്ല, കൂടാതെ ഇത് താഴത്തെ നിലയാണല്ലോ, മേലത്തെ നിലയിലും ഇതുപോലെ തന്നെ ക്യൂ ഉണ്ട്. നമ്മുടെ ഈ ക്യൂ വളരെ വലുതാണെങ്കിലും ആകെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ മെല്ലെ വലിയുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/2-3 മണിക്കൂറോളമായി ഞാനിങ്ങനെ ക്യൂ നിൽക്കുന്നത്. അങ്ങനെ നീണ്ട് പോവാണ് നമ്മളെ ക്യൂ. 1.5 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെറുതെ ഇല്ലെന്ന് തോന്നുന്നു, അതൊക്കെ കാണാൻ തരും. അതിൻ്റെതായ എക്സൈറ്റിൻ്റെ പീക്കിലാണുള്ളത്. ഓക്കെ, അങ്ങനെ നീണ്ട ഒരു 45 മിനിറ്റിന് ശേഷം ഞാനിങ്ങനെ ഗോണ്ടോള ക്യാബിൻ്റെ അടുത്തെത്തിട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് അവിടെ കുറേ ഗോണ്ടോള ക്യാബിൻസ് കണ്ടു കേട്ടോ. ഇതൊന്നും പുതിയതല്ല, ഇതൊക്കെ പഴയതാണ്. അതായത് ഈ ഗോണ്ടോള ക്യാബിൻസ് അത്രയ്ക്ക് ഉയരത്തിൽ പോകേണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ഓരോ ടൈം പീരീഡ് കഴിയുന്തോറും ഇതിൻ്റെ റിന്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യലാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ എടുത്ത് ക്യൂ നിന്നിട്ടോ. അങ്ങനെ നിന്ന് അവസാനം എന്താ നമ്മൾ ഗോണ്ടോള ക്യാബിൻസിൻ്റെ തൊട്ടടുത്തെത്തി. അടുത്ത വീട്ടിലെ എൻ്റെ ഊഴാണ് ഇതാ ഞാൻ ഇപ്പോൾ കയറാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഗോണ്ടോള ക്യാബിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അത് വേറെ തന്നെ ഒരു ഫീൽ കേട്ടോ. ഈ ഗോണ്ടോള ക്യാബിൻസ് സ്റ്റാർട്ട് ചെയ്ത് ചുറ്റും ആ വെള്ള കളർ കണ്ടപ്പോൾ എൻ്റെ സാറേ ഒന്നും പറയില്ല, ഹാപ്പിനെസ് ഓൺ പീക്ക്. അതായത് ചുറ്റും വെള്ള പുതച്ച താഴ്വരെ കൂടി നമ്മൾ ക്യാബിൽ ഇങ്ങനെ മേലോട്ട് കയറി പോവാണ്. ആ ഒരു മൊമെന്റ്സും ഹാപ്പിനെസ്സും ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ സ്വർഗത്തിൽ കൂടെ പോകുന്നൊരു യാത്രയില്ല, അതിൻ്റെ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ താഴെ കാണുന്ന മുഴുവൻ വീടുകളും കാര്യങ്ങളും ഈ ഗുൽമർഗിലുള്ള ആട്ടിടയന്മാരുതാണ് കേട്ടോ. അവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞ് പുതയ്ക്കുന്ന സമയത്ത് അവർ ജമ്മുവിലേക്ക് പോകും. പിന്നെ ഇവിടെ സമ്മർ സീസൺ, അതായത് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴാണ് അവർ തിരിച്ചു വരിക. അതുവരെ അവർ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ജമ്മുവിലാട്ടോ താമസിക്കുക. നമ്മളെ ക്യാബിനിൽ ഒരു ചോട്ടാപ്പുണ്ട് കേട്ടോ. അവൻ്റെ പേര് പ്രത്യുഷ് എന്നാണ്. അവനാണ് കേട്ടോ ഇത്. ഗുൽമാർഗിന്റെ താഴത്തെ ഏരിയയില് അവിടെയൊക്കെ കുറെ കല്ലും മുള്ളൊക്കെ കാണാൻ പറ്റെങ്കിലും മേലോട്ട് പോകും തോറും കംപ്ലീറ്റ്, അതായത് ഈ പൈൻ മരങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കിയുള്ള ഏരിയ കംപ്ലീറ്റ് വെള്ള പോച്ചുകൊണ്ടുള്ള ആ ഒരു വ്യൂ ഇല്ലേ, എനിക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അറിയില്ല കേട്ടോ. അത് ആ വ്യൂ ഇല്ലേ ശരി കണ്ടു തന്നെ അറിയണം. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ ക്യാമറ കൂടുതൽ അത് കാണാൻ പറ്റുന്നുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അധികം ആൾക്കാരും ഈ ഗുൽമർഗിലെ ഗോണ്ടോള റൈഡും കാര്യങ്ങളൊക്കെ കണ്ട ശേഷം ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കും. പക്ഷെങ്കിൽ നിങ്ങൾ കാശ്മീരിലേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിൻ്റെ 1, 2, 3 മാസം മുമ്പേ ഈ ഗോണ്ടോള റൈഡ് ടിക്കറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ കേട്ടോ ഏറ്റവും ബെറ്റർ. അപ്പോൾ അതെടുക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതെടുത്ത് വരികയാണെങ്കിലാണ് ബെറ്റർ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് മറ്റൊരാൾക്കാർ ഗോണ്ടോള കയറിപ്പോകുന്ന സമയത്ത് അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരു 10-15 മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗോണ്ടോളയിലെ ഫസ്റ്റ് ഫേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ എത്തിയിട്ടുണ്ട്. ഏത് രസടാ. കൂടാതെ ഇവിടെ സ്നോഫോളും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് സെക്കൻഡ് ഫേസ് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഗോണ്ടോള റൈഡിലെ ഫസ്റ്റ്
ഫസ്റ്റ് ഫേസിലെത്തിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഉടലോടെ സ്വർഗത്തിലെത്തി ഫീൽ ചെയ്തു കേട്ടോ. കംപ്ലീറ്റ് ഹാപ്പിനെസ്സും കൂടാതെ ആ മഞ്ഞ് പുതച്ച താഴ്വരയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലങ്ങ് ഉറപ്പിച്ച്, എന്തായാലും ഇവിടെ കംപ്ലീറ്റ് എക്സ്പ്ലോറും കാര്യങ്ങളും ചാടി തുള്ളി തിമിർത്തിട്ട് ഇവിടുന്ന് പോളൂ എന്ന്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ തലയുടെ തൊട്ട് മേലെ കാണാം. അതായത് ഇവിടേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന ഗോണ്ടോള ക്യാബിൻസും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ആൾക്കാർ റിട്ടേൺ കൊണ്ടുവന്നു ഗോണ്ടോള ക്യാബിൻസ് ആണ് ആ കാണുന്നത്. ഞാനില്ലേ എത്ര ഹാപ്പിയാണെന്ന് എനിക്ക് അറിയുള്ളൂ. സത്യം പറയാ, പീക്കാണ് ഹാപ്പിനെസ്. എൻ്റെ ഒരു ഒപ്പീനിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാശ്മീർ വന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു നഷ്ടമായിട്ടാണ് പറയുക. ഞാൻ എൻ്റെ മണാലി റൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ മേലുള്ള ചെങ്ങി, അതായത് പടച്ച ഇത്രയും ഭംഗിയുള്ള ഒരു സാധനം താഴെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഒരു കാലത്ത് മരിച്ച് മേലോട്ട് പോകുമ്പോൾ പുള്ളി എന്തായാലും ചോദിക്കും, ഗോണ്ടോള റൈഡ് കണ്ടോ, കാശ്മീർ കണ്ടോ, ഗുൽമാർഗ് കണ്ടോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചോദിക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് കാശ്മീരിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടുപോയി കേട്ടോ. कैसे आप? बढ़िया अच्छे अच्छे. इधर आ रहा है आप? हाँ, इधर में आ रहा है? राजस्थान. राजस्थान, ठीक है. मैं केरला. കണ്ടടാ, ഇത്ര ഏജിൽ ആൾക്കാരൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറയാ, എടാ നിങ്ങളെ യൗവനം നിങ്ങൾ കളയരുത്. യൗവനം കളയാതെ ഇങ്ങോട്ട് കാശ്മീർ ഉണ്ട്, ലഡാക്ക് ഉണ്ട്, എവിടൊക്കെ ഉണ്ട്. എടാ വണ്ടി കേറ്, എടാ വെന്തിയാളാ ജയിച്ചത്. വണ്ടി കേറ് കേറ് കേറ്, ഒന്നിനും ജയിച്ചല്ല, കേറിക്കോ. അയ്യോ ഒന്നും പറയേ, വന്നിട്ടുണ്ടെങ്കിലേ നിങ്ങളെ എത്ര ടെൻഷനാ. അത് ലവ് ഫെയർ ഉണ്ട്, ലവ് ഫെയർ കയറി, കുടുംബത്തിന് പ്രശ്നമുണ്ട്, അത് എല്ലാം നിങ്ങൾക്ക് എന്താ പറയണ്ടേ പോയി കിട്ടും. ഇവിടെ ഖേലോ എന്ത് നടക്കുന്നുണ്ട്, അന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. അങ്ങനെ ഇരിക്കെ അങ്ങോട്ട് പോയപ്പോൾ ഒരു പെണ്ണിനെ കുറേ ഇന്ത്യയിൽ ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ പേരാണ് പ്രീതി. ഇവരാണ് ഖേലോ ഇന്ത്യ 2025 സ്നോ ബോർഡിങ്ങിൻ്റെ ഗോൾഡ് മെഡലിസ്റ്റ് കേട്ടോ. അങ്ങനെ അവരെടുത്ത് പോയി ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം ഞാൻ പിന്നെ അധികം ശല്യപ്പെടുത്താതെ തിരിച്ചിങ്ങോട്ടേക്ക് നടന്ന്. ഇപ്പൊ വല്ലാണ്ട് സ്നോ കൂടി. അങ്ങനെ ഇരിക്കുകയാണ് ഖേലോ ഇന്ത്യയുടെ 2 മത്സരാർത്ഥികളെ ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ അവരോട് കുറച്ച് കീസ അടിച്ച്. അപ്പോൾ ഒരു പറയാണ്, केरला का लोग अच्छा है, अच्छा स्टेट भी अच्छा है. अच्छा है, ठीक है. पूरे इंडिया में हाँ केरला के लोग, हाँ. नेचर हाँ. और व्यवहार हाँ. बहुत. എടാ കണ്ടോ നമ്മളെ കേരളത്തെ കുറിച്ച് പറയുന്നേ. ഇവിടെ ഏറ്റവും വലിയ ജമ്മുവിലെത്തി അവിടുത്തെ ആൾക്കാർക്ക് എന്ത് രസമാണ് നമ്മുടെ കേരളത്തെ കുറിച്ചിട്ട്. താങ്ക് യു ജി, बहुत खुशी है. थैंक यू, धन्यवाद. आपका नाम क्या है? उमर. हाँ, आज 3 उमर मैंने देख रहे, 3 उमर देखा था. ठीक है जी, एंजॉय करो. हैप्पी हैप्पी हैप्पी. ഇനി നമുക്ക് റിട്ടേൺ പോവാം. അങ്ങനെ ഗോണ്ടോളയിലെ ഫസ്റ്റ് ഫേസിൽ ഏകദേശം 1 മണിക്കൂറോളം ചെലവഴിച്ച ശേഷം ഞാൻ റിട്ടേൺ പോകുന്നു കേട്ടോ. അങ്ങനെ റിട്ടേൺ പോകാനായിട്ട് ഗോണ്ടോള ക്യാബിൻ്റെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞ് ഇതാണ് കാശ്മീരി കുൽച്ച, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയെന്ന്. ആദ്യം ഞാൻ വേണ്ടാന്ന് വെച്ച് മുന്നോട്ട് നടന്നെങ്കിലും എനിക്ക് തോന്നി എന്തായാലും ഈ ഗുൽമാർഗ്, ഈ കാശ്മീരിലൊക്കെ ഒരിക്കലേ ഞാൻ വന്നിട്ടുള്ളൂ, ഇനി വരുമോ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ വന്ന സ്ഥിതിക്ക് ഇതും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് കാശ്മീരി കുൽച്ച. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയൊക്കെ അല്ലേ, തേങ്ങ മുട്ടായാണ് സംഭവം. കാശ്മീരി കുൽച്ച എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിൽ തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ്. നമ്മൾ കൊപ്പറ പോലെ തന്നെ അല്ലേ. പക്ഷേ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ മധുരം, നല്ല മധുരമാണ്. ഇവിടെ തേങ്ങ മുട്ടായി, വേറെ പ്രത്യേകം കാര്യങ്ങളൊന്നുമില്ല, ഇതൊക്കെ തന്നെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് റിട്ടേൺ പോവാണ്. അങ്ങനെ എന്തായാലും ഗുൽമാർഗ് ലൈഫിൽ ഗുൽമാർഗ് മറക്കത്തില്ല. ഇത് രസവും. അങ്ങനെ ഇപ്പോൾ നമ്മൾ റിട്ടേൺ പോകാനായിട്ട് ആ ക്യാബിൻ്റെ അടുത്തോടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വരുന്ന സമയത്ത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ക്യൂലുണ്ടെങ്കിൽ പോലും ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. വരുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗോണ്ടോള റൈഡ് 3 മണി വരെയാണ് അവസാനത്തുള്ളത്. അതിനുശേഷം മേലോട്ടേക്ക് ആരെയും കടത്തി വിടത്തില്ല. കനത്ത സ്നോഫോൾ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ റിട്ടേൺ പോകാനായിട്ട് ആ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ.
സത്യം പറഞ്ഞാൽ തിരിച്ചു പോകുന്ന സമയത്ത് ചെറിയൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെങ്കിൽ എൻ്റെ ലൈഫിലെ വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു ഐറ്റം ഞാൻ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഹാപ്പിനെസ് ഉള്ളിലുണ്ട്. എന്താ അറിയില്ല, ഇപ്പം തിരിച്ചു പോകുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട്. വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മേലോട്ടേക്ക് പോയ പോലെ തന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് ഗുൽമർഗിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. കേരള അങ്ങനെ ലൈഫിലെ ആ ബക്കറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഞാനിപ്പോൾ അതായത് ഗോണ്ടോളയിലേക്ക് നമ്മൾ കയറിയത് വേറെ വഴിയായിരുന്നു, പക്ഷേ ഇങ്ങനെ റിട്ടേൺ വരുന്നത് വേറെ വഴിയാണ് കേട്ടോ. അപ്പോൾ റിട്ടേൺ വരുന്ന വഴിക്കാണ് കണ്ടത് നമ്മൾ ആ ക്യാബിൻ്റെ ഭാഗത്തിൽ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലെ 3 ആൾക്കാരില്ലേ അവരെ തേടിക്കൊണ്ടാണ് കേട്ടോ. മേലത്തെ സമയത്ത് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ എപ്പിസോഡിലുള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ.